വി.എസ്. അച്യുതാനന്ദനെ പുകഴ്ത്തിയും പിണറായി വിജയനെ പരോക്ഷമായി പരിഹസിച്ചും ജി സുധാകരന്റെ കവിത. വി.എസിനെ കുട്ടനാടിന്റെ വീരപുത്രൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇടിമുഴക്കം പോലെ ശബ്ദം, സിംഹഗർജനം പോലൊരാഹ്വാനം എന്ന പേരിൽ കലാകൗമുദിയിലാണ് കവിത വന്നിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ചില രാഷ്ട്രീയ സൂചനകളുടെ പേരിൽ ജി സുധാകരന്റെ ഒരു കവിത കൂടി വലിയ രീതിയിൽ ചർച്ചയാവുന്നു. എന്താണ് അതിന്റെ ഉള്ളടക്കം? അതിലിങ്ങനെ ഈ വി.എസിനെയും പിണറായിയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ എങ്ങനെയാണ് കടന്നുപോകുന്നത്? റിജിത്ത്, എന്തൊക്കെ പറഞ്ഞാലും ഒരു കാലഘട്ടത്തിൽ വി.എസിന്റെ ഉറ്റ അനുയായിയായിരുന്നു ജി സുധാകരൻ. അതിനുശേഷം പാർട്ടി വിഭാഗീയത രൂക്ഷമായ ഘട്ടത്തിലായിരുന്നു പിണറായി പക്ഷത്തിലേക്ക് ജി സുധാകരൻ മാറുന്നത്. ആ സമയത്ത് വി.എസിന്റെ വലിയ വിമർശകനായി മാറുകയും ചെയ്തിരുന്നു. എന്തായാലും അതിൽ നിന്നെല്ലാം ഒരു തിരികെ പോക്ക്, അല്ലെങ്കിൽ ഒരു യു ടേൺ എടുത്ത് തൻ്റെ പാർട്ടി നയം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഈ കവിതയിലൂടെ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എന്തായാലും വി.എസിനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ഈ കവിത. ഈ വി.എസിന് വേണ്ടി തന്നെ എഴുതിയ കവിത എന്ന രീതിയിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. വി.എസ്. അച്യുതാനന്ദൻ എൻ്റെ അപദാനങ്ങളെ വാഴ്ത്തുകയും പിണറായി വിജയനെ ഒരേ സമയത്ത് ചില പരാമർശങ്ങളിലൂടെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കവിതയുടെ പേരിൽ തന്നെ, അതായത് ഇടിമുഴക്കം പോലെ ശബ്ദം, സിംഹഗർജനം പോലൊരു ആഹ്വാനം എന്ന പേരിലാണ് ഈ കവിത വന്നിരിക്കുന്നത്. പ്രധാനമായി ആലപ്പുഴയിലെ വിപ്ലവ ചരിത്രം, ആലപ്പുഴയിലെ സമര ചരിത്രം എന്നിവയെല്ലാം പറയുന്നു. ഇതിനിടയിലാണ് ചില പരാമർശങ്ങൾ കൂടി കടന്നു വന്നിരിക്കുന്നത്. വി.എസ്. കുട്ടനാടിൻ്റെ വീരപുത്രൻ എന്നാണ് കവിതയിൽ ഒരു ഭാഗത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 2011 തുടർ ഭരണം വരാനുള്ള സാധ്യതകളെ ചില യൂദാസന്മാർ പത്മവ്യൂഹം തീർത്തു എന്നാണ് സുധാകരൻ മറ്റൊരു ഭാഗത്ത് പറയുന്നത്. അത് ഇപ്രകാരമാണ്: കരളുറപ്പോടെ പോരാടിയ ജനസഭ അതിലിങ്കൽ മുഖ്യനായി വാണകാലം വീണ്ടും വരുവാനായി കൊതിച്ചിരുന്നുവെങ്കിലും യുദാസുമാർ തീർത്ത പത്മവ്യൂഹം മുന്നിലായി കാണുവാൻ മുമ്പേ അറിയാതെ നഷ്ടമായ കുറേ ഏറെ പടക്കളങ്ങൾ എന്നാണ് പറയുന്നത്. ഒപ്പം ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന ഭരണ മുദ്രാവാക്യമാണ് ഒരു നവകേരളം എന്നുള്ളത്. എന്തായാലും നവകേരളത്തെ കൂടി വിമർശിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: അധ്വാനമാണ് നവകേരളത്തിൻ്റെ മുദ്രയാവണം, അതാണ് മുഖ്യമുദ്രയുമെന്നും. ഒപ്പം വി.എസിനെ പുകഴ്ത്താൻ വേണ്ടി ഒരു ഭാഗത്ത് പറയുന്നത് ഇപ്രകാരമാണ്: കയ്യിൽ ഖടാരയോ കത്തികളോ മിന്നിച്ചീറും വെടിയുണ്ടകളോ ഇല്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് നടന്നു കയറി എന്ന് വർണ്ണിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഖടാരകൾക്കിടയിലൂടെ നടന്ന പ്രസംഗം. എന്തായാലും അതിനെല്ലാം പരോക്ഷമായി ഈ പരാമർശത്തിൽ വിമർശിക്കുന്നുണ്ട്. എവിടെയും തണ്ണീർ നിറയുന്ന സ്വർലോക തുല്യമാം നാട്, രക്ഷിക്കാനൊരു രക്ഷകൻ, നമ്മുടെ ശുഭ്രവസ്ത്രധാരൻ ധീരൻ, ഏറെ സൃഷ്ടിച്ച അനുയായ വൃദ്ധം, ഭാവിയിൽ കണ്ട കലാപകാരി, നാടിൻ്റെ അധ്വാന സമ്പന്നരെ നാളുതോറും ഇടിമുഴക്കം പോലെ ശബ്ദം, സിംഹഗർജനം പോലൊരു ആഹ്വാനം എന്ന പേരിൽ കലാകൗമുദിയിൽ ഇടം പിടിച്ചിരിക്കുന്ന കവിതയാണ്. ജി സുധാകരന്റെ കവിതയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. അതിൽ വി.എസിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള വരികൾ ഇടം പിടിക്കുന്നുണ്ട്. പിണറായി വിജയനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള വരികൾ ഇടം പിടിക്കുന്നുണ്ട്. എന്തായാലും പൂച്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു കവിത, ജി സുധാകരന്റെ കവിത വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.